ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയോ. അവർ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് ഉത്തരം മോണിറ്റൈസ് ആയിട്ടില്ല എന്നുള്ളതാണ്. ആകുവാണെങ്കിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് എൻ്റെ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് എന്നോട് അങ്ങനെ ചോദിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ ഞാൻ 2021 സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. 2021 കഴിഞ്ഞ് 22, 23, 24, 25, 26 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് പ്രോസസ്സ് ആയിട്ടുള്ളൊരു ജേണി നമുക്കുള്ളത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും മോണിറ്റൈസ് ആകുകയാണെങ്കിൽ എൻ്റെ ഈ ജേണി മൊത്തം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തായിരിക്കും. എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഫാനിന് ഭയങ്കര ഒച്ചയായതുകൊണ്ടാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പെട്ടെന്ന് തന്നെ റീച്ച് ആവുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ അത് ആകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ട് ഒരു വർഷത്തിനുള്ളിലൊക്കെ 6 മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ റീച്ച് ആവുക. അവരുടെ കണ്ടന്റ് ഞാൻ നോക്കുന്ന സമയത്ത് വീട്ടിലെന്തെങ്കിലും ഇങ്ങനെ കുക്കിംഗ് ടൈപ്പ് ഓഫ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ആ കുക്കിംഗ് ടൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എനിക്ക് കുക്കിംഗ് മര്യാദയ്ക്ക് അറിയത്തില്ല. ഒട്ടും ചെയ്യത്തില്ല എന്നുള്ളതല്ല, വെറൈറ്റി ഫുഡ്സ് ഇങ്ങനെ ട്രൈ ചെയ്യാനുള്ളൊരു ഇഷ്ടവും ഇല്ല. അതേപോലെ എൻ്റെ പാഷനും അതല്ല. നമുക്ക് പറ്റണത് ഈ ക്രാഫ്റ്റ്, ഡ്രോയിങ്സ്, എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് അധികം അങ്ങോട്ട് വരുന്നില്ല, റീച്ച് ആവുന്നില്ല. പക്ഷെ എന്തെങ്കിലും എല്ലാ പട്ടിക്കും ഒരു സമയമുണ്ട്, അങ്ങനെ എന്തോ ഒരു ഡയലോഗില്ലേ, അതേപോലെ എനിക്കും ഒരു സമയമുണ്ട്. ഞാൻ ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? എനിക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഒരു ഹോം ടൂർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടുന്ന് വീട് മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേറൊരു വീട് പോകുന്ന സമയത്ത് അവിടുത്തെ ഹോം ടൂർ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കണു. കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണെന്നല്ല കേട്ടോ. മലപ്പുറത്തുള്ള ഒരാളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഇപ്പോൾ വയനാങ്കോടിലുള്ള ആൾക്കാരൊക്കെ എന്നോട് കോട്ടയ്ക്കൽ എവിടെയാണ് തൻ്റെ വീട് എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. വേങ്ങരയിലുള്ള ഏട്ടനും ഇതുപോലെ മെസ്സേജ് അയച്ച് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലപ്പുഴക്കാരിയാണ്. മലപ്പുറത്ത് ഇടയ്ക്കും നിലക്കൊക്കെ അവിടെ വന്ന് നിൽക്കും. 1-2 വർഷം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ സ്റ്റിൽ ആലപ്പുഴയിലാണ്. മലപ്പുറത്ത് നിൽക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഇനി ചിലപ്പോൾ മേ ബി ഇവിടെ ആയിരിക്കും എൻ്റെ സ്റ്റേ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.